നമ്മൾ കൊള്ളിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കൊള്ളിക്കിഴങ്ങ് കൊണ്ട് പിന്നെ എങ്ങനെ വെച്ചാലും ഇഷ്ടമാണല്ലോ. കൊള്ളിപ്പേരിയാ, കൊള്ളി സ്റ്റൂ, ഇത് കൊള്ളി ഒരു നാളികേരം ഇട്ടിട്ട് തോരൻ പോലെ ഉണ്ടാക്കുന്നത്. ഇത് നല്ല നല്ല വെന്ത കൊള്ളിയാണെങ്കിൽ നല്ല സൂപ്പറാണ്. ഇത് ചിക്കൻ്റെ കൂടെയും മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റും ഈ കൊള്ളി, അത്ര നല്ലതാണ്. ഇത് പിന്നെ വേവാത്ത കാരണം അത്ര നന്നായില്ല കൊള്ളിയുടെ കുഴപ്പം കൊണ്ട്. പക്ഷേ ഈ റെസിപ്പി നല്ലതാണ്. കൊള്ളി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുറേ നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു 15-20 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം കഴുകി ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതിലത്തെ കുറേ സ്റ്റാർച്ചൊക്കെ പോകും. എന്നിട്ട് നമ്മൾ ഫുള്ള് വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക. കാരണം ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയില്ലേ, അപ്പോൾ പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പ് ഇടണം. ഇത്തിരി കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണം. ഈ കുറേ വെള്ളം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുമ്പോൾ പിന്നെ വെള്ളത്തിൽ കൊള്ളിയുമ്പോൾ ഉപ്പ് പിടിക്കണ്ടേ, അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയൊന്നുമില്ല. അതിനാണ് നമ്മൾ അതിനേലും മുന്നേ കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വെള്ളം മാറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളത് കൂട്ടാൻ കാച്ചിയെടുക്കും. അതിനായിട്ട് ഇപ്പോൾ കൊള്ളിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി അത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി മാത്രം ചതച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചുമന്നുള്ളി കുറച്ച് എടുത്തിട്ട് അതും അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് മൂപ്പിക്കുക. അപ്പോൾ കൊള്ളി ഞാൻ ഒരു പ്രാവശ്യമാണ് കേട്ടോ ഞാൻ വെള്ളം കളഞ്ഞിട്ടുള്ളൂ. തിളപ്പിച്ച ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ഈ താളിച്ചയിലേക്ക് ഇടുകയാണ് ചെയ്യുക. 2-3 പ്രാവശ്യമൊന്നും തിളപ്പിക്കുകയൊന്നുമില്ല. അത് മുന്നേ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഇത് 1 കിലോ കൊള്ളിയായിരുന്നു, അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊള്ളി വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേ നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കൊള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നല്ല വേവണ കൊള്ളിയാണെങ്കിൽ നല്ല സൂപ്പറാവും ഉണ്ടാവും. പിന്നെ എന്തായാലും നമ്മൾ കൊള്ളി വാങ്ങിച്ചതല്ലേ, അതിനെ കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ ആക്കി. ഇത് നന്നായിട്ട് ഇളക്കി അതിലത്തെ വെള്ളം, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കളഞ്ഞു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു. ഞാൻ 2 പിടി നാളികേരം ഇട്ട് കൊടുത്തത്. നമുക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നാളികേരം ഇടണം. ഈ റെസിപ്പിക്ക് നാളികേരം ഇടുന്നതാണ് സ്വാദ്. പിന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഇട്ട് കൊടുത്തു കേട്ടോ, നല്ലതാണ്. ഇവിടെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ഞാനത് കാരണം കുറച്ച് കറിവേപ്പില ഇട്ടുള്ളൂ. കൊള്ളി റെഡിയായി. കാണുമ്പോൾ തന്നെ കൊതിയാവണം. ഇതുപോലത്തെ കൊള്ളി കൊണ്ട് ഉണ്ടാക്കി നോക്കാത്തവർ അത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബൈ.